ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പ് എന്നത് ഭക്ഷണം വെടിയൽ മാത്രമല്ല, അത് ഒരു മലയേറ്റമാണ്. ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള ഒരു കയറ്റം. അതുകൊണ്ട് തന്നെ നോമ്പിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മോശയുടെ സീനായി അനുഭവം നമുക്ക് വലിയൊരു പാഠം നൽകുന്നു. ഒന്നാമതായി, സീനായി മലയിൽ കയറിയ മോശ, അതായത് ദൈവസന്നിധിയിലേക്കുള്ള കയറ്റം. സീനായി മല എന്നത് ഭൂമിശാസ്ത്രപരമായ ഒരു സ്ഥലം മാത്രമല്ല, അത് ദൈവസന്നിധിയുടെ പ്രതീകമാണ്. മോശ മലയിൽ കയറുന്നതിന് മുമ്പ് ജനക്കൂട്ടത്തിലുണ്ടായിരുന്നു. ശബ്ദങ്ങൾ, പരാതികൾ, ഭയം, ആശങ്കകൾ ഇവയെല്ലാം ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ കാണാൻ അവൻ ഒറ്റയ്ക്ക് മലയിൽ കയറി. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് പോലെ മോശ 40 ദിവസം മലയിൽ നിന്നു. അവൻ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ചു. ജനക്കൂട്ടത്തിൽ നിന്ന് മാറി നിന്ന് ദൈവവചനത്തിനായി കാത്തിരുന്നു. നോമ്പും ഇതുപോലെ തന്നെ നമ്മെ ശബ്ദങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നു, ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നു, ആത്മാവിനെ കേൾക്കാൻ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, മലമുകളിൽ മോശയ്ക്ക് സംഭവിച്ച മാറ്റം. അകത്തളത്തിൻ്റെ രൂപാന്തരം. മോശ മലയിൽ കയറുമ്പോൾ സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചിരുന്നു. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇത് നമുക്ക് കാണാം. അത് വെറും ഭൗതിക പ്രകാശമല്ല, അത് ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. നോമ്പിൻ്റെ ലക്ഷ്യവും ഭക്ഷണം ഒഴിവാക്കുക എന്നല്ല, ഹൃദയം ശുദ്ധീകരിക്കുക, ദൈവസാന്നിധ്യത്തിൽ നിൽക്കുക എന്നാണ്. നാം സീനായിൽ കയറുമ്പോൾ നമ്മുടെ അഹങ്കാരം ഉരുകുന്നു, പാപബോധം ഉണരുന്നു, ആത്മാവ് പുതുക്കപ്പെടുന്നു. മൂന്നാമതായി, മലയിൽ നിന്ന് ഇറങ്ങി വന്ന മോശ. ദൗത്യബോധത്തോടെ ആണ് മോശ മലയിൽ നിന്ന് ഇറങ്ങി വന്നത്. മോശ മലയിൽ കയറിയത് സ്വന്തം ആത്മീയ അനുഭവത്തിനായല്ല. അവൻ ഫലകങ്ങളുമായിട്ടാണ് താഴേക്ക് ഇറങ്ങി വന്നത്. ഇത് നോമ്പിൻ്റെ വലിയൊരു പാഠമാണ്. നോമ്പ് നമ്മെ മലമുകളിൽ വെച്ച് കൈവിടുന്നില്ല, അത് നമ്മെ ജനങ്ങളിലേക്ക് തിരികെ അയക്കുന്നു. ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, നീതിയിൽ നടക്കാൻ, ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ. നോമ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ അത് സീനായി കയറലല്ല, വെറും പർവ്വത സഞ്ചാരമാണ്. സീനായിയുടെ അനുഭവവും നമ്മുടെ ജീവിതവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തിൽ നിന്ന് വേർതിരിച്ച സമയം പ്രാർത്ഥനയും നിശബ്ദതയും ദൈവവചന പഠനവുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മലയിൽ തന്നെ നിൽക്കുകയല്ല, സഭയിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങുക. മോശ മലയിൽ നിന്നിറങ്ങിയപ്പോൾ അവൻ്റെ മുഖം പ്രകാശിച്ചു. അവൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, 10 കൽപ്പനകൾ ഉണ്ടായിരുന്നു. ഹൃദയത്തിൽ ദൈവാനുഭവം ഉണ്ടായിരുന്നു. വിശുദ്ധമായ നോമ്പിന് ശേഷം നമ്മുടെയൊക്കെ ഹൃദയവും ഇങ്ങനെയായിരിക്കണം. നോമ്പ് എന്നത് ശരീരത്തിൻ്റേതായ ഒരു കുറവല്ല, ആത്മാവിൻ്റെ ഒരു ഉയർച്ചയാണ്. സീനായി മലയിൽ കയറിയ മോശയെപ്പോലെ നമ്മൾ ദൈവത്തെ അന്വേഷിക്കാം. മലയിൽ നിന്നിറങ്ങിയ മോശയെപ്പോലെ ദൈവത്തിൻ്റെ പ്രകാശം ജനങ്ങളിലേക്ക് കൊണ്ടുപോകാം. ഈ നോമ്പ് നമുക്കൊരു ആത്മീയ മലയേറ്റമാകട്ടെ. ഈ മലയേറ്റം നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. സീനായിൽ കയറാത്തവർക്ക് ദൈവവചനമില്ല, സീനായിൽ നിന്നിറങ്ങാത്തവർക്ക് ദൗത്യവുമില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.